കേരളത്തിലെങ്ങും മഴ കനക്കുകയാണ്. പല ഡാമുകളും തുറന്നു വിട്ടിട്ടുണ്ട്. ഇതാ ഭാരതപ്പുഴ കവിഞ്ഞൊഴുകുകയാണ്. വല്ലപ്പോഴുമൊക്കെയാണ് ഭാരതപ്പുഴയിൽ ഇത്രത്തോളം വെള്ളം കാണാൻ കഴിയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഭാരതപ്പുഴയുടെ തീരത്തുള്ള സ്വർഗത്തിൽ പോകാൻ ഇടയായി. സ്വർഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണതെന്ന്. അതെ, ഇതൊരു സ്വർഗമാണ്. ഈവനിങ് പാരഡൈസ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഷൊർണൂറിന് അടുത്ത് ത്രങ്ങാലി റോട്ടിൽ കവളൈപ്പാറയ്ക്കടുത്താണ് ഈ ഒരു ഈവനിങ് പാരഡൈസ് ഉള്ളത്. ഈവനിങ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഹോമാണ്. മക്കളെയൊക്കെ വളർത്തി പ്രായമായി ജോലിയിൽ നിന്നെല്ലാം റിട്ടയർഡായി സ്വസ്ഥമായി സുഖമായി ഒന്ന് മയങ്ങാൻ അല്ലെങ്കിൽ ജീവിതം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിട്ടയറിംഗ് ഹോമാണ് ഈ പറഞ്ഞ ഈവനിങ് പാരഡൈസ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈവനിങ് പാരഡൈസിലാണ്. ഏകദേശം 30ഓളം യൂണിറ്റുകളാണുള്ളത്. എല്ലാം 1 BHK റൂമുകളാണ്. വളരെ ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ടോ, നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പോലെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ജീവിത സായാഹ്നത്തിൽ അവരുടെ ജീവിതം വളരെ സ്വസ്ഥമായും ശാന്തമായും സ്നേഹത്തോടുകൂടി ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരിടമാണിത്. അവർക്ക് നടക്കാനും സൊറ പറഞ്ഞിരിക്കാനും അവരുടേതായ കാര്യങ്ങൾ നിറവേറ്റാനുമുള്ള നല്ലൊരു സ്ഥലം. എൻ്റെ പേര് AVU മേനൻ എന്നാണ്. ഞാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എക്സിക്യൂട്ടീവ് കാഡറിലായിരുന്നു. അതിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങൾ പടിഞ്ഞാറങ്ങാടി എന്ന സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം ഏതാണ്ട് ഒരു 10-20 കൊല്ലം അവിടെ താമസിച്ചു. അവിടെ നല്ല 4 ബെഡ്റൂമുള്ള നല്ല വലിയ വീടൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ സഹായത്തിനൊന്നും ആളെ കിട്ടാൻ വലിയ പ്രയാസം. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനത്തെ ഒരു സംവിധാനം നോക്കി നടന്നു വരുന്നു. അവസാനം ഈ ഈവനിങ് പാരഡൈസ് എന്നുള്ള അവരുടെ ഇത് വിവരം കിട്ടി. ഇവിടെ വന്നു. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ ഒരു കോട്ടേജ് ഞാൻ ബുക്ക് ചെയ്യാൻ കാരണം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്തിട്ടിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് 1.5 കൊല്ലമായിട്ട് ഇവിടെ താമസമായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം വളരെയധികം സന്തോഷമുണ്ട്. ആൾക്കാരുമായിട്ട് നല്ല പൊസിഷനിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എല്ലാവരുമായിട്ട് നല്ല സൗഹാർദ്ദമാണ്. ഇതുണ്ട്. സംസാരിക്കാനും വൈകുന്നേരം നടക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. ഇവിടെ നല്ല ഭക്ഷണം അവർ സെർവ് ചെയ്യുന്നു. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ വളരെ നല്ല കോപ്പറേറ്റീവാണ്. എല്ലാവരും വളരെ എന്ത് പ്രശ്നം പറഞ്ഞാലും ഉടനെ അവർ അറ്റൻഡ് ചെയ്യും. വളരെ സൗഹാർദ്ദ ആണ് ഉള്ള സിറ്റുവേഷനാണ് ഇവിടെ. അവിടെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ കേട്ടത് മേനോൻ സാറിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം ബാങ്കിങ് മേഖലയിൽ നിന്ന് സീനിയറായിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്നിയോടൊപ്പം ഈ ഒരു ഈവനിങ് പാരഡൈസിൽ സ്വസ്ഥമായ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പോലെ നിരവധി വ്യക്തികൾ പല പൊസിഷനിലുള്ള പല വ്യക്തികൾ റിട്ടയർമെൻറ്റിന് ശേഷം ഈ ഒരു ഈവനിങ് പാരഡൈസാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ശിഷ്ടകാലം ജീവിച്ചു തീർക്കാനായിട്ട്. നമുക്ക് ഈവനിങ് പാരഡൈസിലെ ഒരു കോട്ടേജിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. എത്രത്തോളം സൗകര്യങ്ങളാണ് ആ ഒരു കോട്ടേജിലുള്ളത് എന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഈവനിങ് പാരഡൈസിലെ കോട്ടേജുകളെല്ലാം തന്നെ 1 BHK കോട്ടേജുകളാണ്. നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ഒരു ലിവിങ് സ്പേസ് ആണ്. ഒരു ചെറിയ ഹാളാണ് ഈ കാണുന്നത്. ഈ ഹാളിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ബാത്റൂമും പിന്നെ ചെറിയൊരു കിച്ചണുമാണ് ഈ ഒരു 1 BHK കോട്ടേജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ കാണുന്ന ഫർണിച്ചറുകളെല്ലാം തന്നെ ഓരോ ഉടമകളും അവർ പർച്ചേസ് ചെയ്തതിന് ശേഷം അവരുടെ റിക്വയർമെൻറ്റിന് ശേഷം ഉണ്ടാക്കിയതാണ്. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു 1 BHK കോട്ടേജിൽ ഒരുക്കിയിരിക്കുന്നത്. 2 പേർക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുന്ന കിങ് സൈസ് ബെഡുണ്ട്. അതുപോലെ തന്നെ നല്ല അളമാരയുണ്ട്. അതുപോലെ തന്നെ മിററുണ്ട്. അതുപോലെ തന്നെ AC-യും ഫാനും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സീനിയർ സിറ്റിസൺ എങ്ങനെ സന്തുഷ്ടരായി സന്തോഷത്തോടുകൂടി കഴിയാമെന്നത് ഒരു ഈവനിങ് പാരഡൈസിലെ ഒരു കാഴ്ച തന്നെയാണ്. ഇനി നമ്മൾക്ക് ബാത്റൂമിലേക്ക് ഒന്ന് പോയി വരാം. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ടാണ് ബാത്റൂമുകൾ ഒരുക്കിയിരിക്കുന്നത്. ചൂടുവെള്ളം വരാനുള്ള ഗീസറുണ്ട്, മിററുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള
ടൈലുകളാണ്. അതുപോലെ തന്നെ ക്ലോസറ്റിനോട് കൂടെ ചേർന്ന് നല്ല ഹാൻഡിലുകളുണ്ട്. ഇത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് ഹാൻഡിലുകൾ ഉള്ളതുകൊണ്ട് തന്നെ സീനിയർ സിറ്റിസണിനെ ആരുടെയും പരസഹായം കൂടാതെ പ്രാഥമിക ആവശ്യങ്ങൾ സ്വന്തമായി നിറവേറ്റാനായിട്ട് സാധിക്കുന്നു. ഇതാണ് കിച്ചൺ സ്പേസ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സിങ്കും അതുപോലെ തന്നെ ഒരു ഇൻഡക്ഷൻ കുക്കറുമാണ്. പ്രത്യേകമായിട്ട് ഇവിടെയുള്ളവർക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമാണ് ഇത്തരത്തിലുള്ള കിച്ചണുകൾ ഉപയോഗിക്കുന്നത്. എൻ്റെ പേര് വിശ്വനാഥൻ എന്നാണ്. ഇവിടെ ഈവനിങ് പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു സീനിയർ സിറ്റിസൺ ഹോമിൽ ഞങ്ങൾ റീസെൻ്റായിട്ട് വന്ന് സെറ്റിലായിട്ടുണ്ട്. ഇത് വളരെ മനോഹരമായ പ്രകൃതിയോട് ചേർന്നിണങ്ങിയതും പൊല്യൂഷൻ ഇല്ലാത്തതും പിന്നെ ഒരു സീനിയർ സിറ്റിസൺസിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ബേസിക് കമ്മ്യൂണിറ്റീസും യാതൊരു നമ്മളൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ഫുഡായാലും നമ്മുടെ കെയറിങ് ആയാലും ഹൗസ് കീപ്പിംഗ് ആയാലും മെഡിക്കൽ ഫെസിലിറ്റീസ് ആയാലും പിന്നെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് എല്ലാത്തിനും നമ്മളോടൊരു അടുത്ത് വന്ന് ഈച്ച് ആൻഡ് എവരി വൺ അവരെല്ലാം അന്വേഷിച്ച് സമയത്ത് റെഡിയാണ്. ഞങ്ങൾ കുറേ ഇങ്ങനെ നോക്കിയിരുന്നു. ഏകദേശം ഒരു 10-25 സ്ഥലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ നോക്കി. പക്ഷേ ഈ ആംബിയൻസും ഈ സർവീസും ഈ ഒരു ജിയോഗ്രഫിക്കലി പ്രകൃതിയോട് ഇത്രയും ചേർന്ന് സുന്ദരമായൊരു സ്ഥലം വേറെ ഒന്നും ഞങ്ങൾക്ക് കണ്ടില്ല. അത് കാരണം ഞങ്ങളിവിടെ സെറ്റിലാവാൻ തീരുമാനിച്ചു. ലൈഫ് ടൈം വളരെ നല്ലൊരു അഭിപ്രായവും ഈവനിങ് പാരഡൈസിലേക്ക് ഇനിയും കൂടുതൽ ഞങ്ങളെമാരുള്ള ആൾക്കാർ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ കേട്ടത് നമ്മുടെ വിശ്വനാഥൻ സാറിൻ്റെ വാക്കുകളാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിശ്വനാഥൻ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ഒരു ഈവനിങ് പാരഡൈസിലാണ് അവരുടെ ശിഷ്ടകാലം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു പ്രോജക്റ്റിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ച ഒരുപാട് ഒഫീഷ്യലായിട്ടുള്ള വ്യക്തികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ ശാരീരിക ക്ഷമതകൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോകാനും വരാനുമായിട്ട് ഒരു വെഹിക്കിൾ അസിസ്റ്റൻസ് ഇവരുടെ പ്രോജക്റ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡോക്ടർ ഗായത്രി വിശ്വനാഥൻ, ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ തിരക്കിലാണ്. കുട്ടികളെ പഠിപ്പിക്കുക, അതുപോലെ പുറം രാജ്യങ്ങളിലായിരുന്നു ഞങ്ങൾ ഒരുപാട് കൊല്ലം. പിന്നെ അവിടെ നിന്ന് വന്ന് പാലക്കാട് താമസിച്ചു. അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് സ്വസ്ഥമായൊരു ജീവിതം വേണം എന്ന് തോന്നലോടെയാണ് ഞങ്ങളിവിടെ വന്ന് നോക്കിയത്. പല സ്ഥലത്ത് നോക്കി, പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഭംഗിയാണ്. എന്തൊരു ഭംഗിയാണ് ഇവിടെ ചുറ്റും കാണാനായിട്ട്. അതുപോലെ തന്നെ ഒട്ടും പൊല്യൂഷൻ എന്ന് പറഞ്ഞത് ഇല്ലേ ഇല്ല. പ്രകൃതിയോട് ചേർന്ന് നിൽക്കണു. അപ്പുറത്ത് ഭാരതപ്പുഴ ഒഴുകണു, അതിൻ്റെ അപ്പുറത്ത് കൂ 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 വിളിച്ച് തീവണ്ടി പോകണു. എന്ത് രസമാണ് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആദ്യം ഞങ്ങൾ 2-3 പ്രാവശ്യം ഇവിടെ വന്നൊരു ട്രയൽ പോലെ താമസിച്ചു. അപ്പോൾ വളരെ ഞങ്ങൾക്ക് ഇവിടുത്തെ സർവീസ് വളരെ ഇഷ്ടമായി. അതുപോലെ ഫുഡും വളരെ ക്വാളിറ്റി ഉള്ള ഫുഡാണ്. പുറത്തുനിന്നൊന്നും അല്ല ഇവർ മസാലാസൊക്കെ ഉണ്ടാക്കുന്ന, എല്ലാവരും ഇവിടെ തന്നെ പൊടിച്ചൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫുഡും നമുക്ക് വയർ അപ്സെറ്റോ അങ്ങനത്തെ അസിഡിറ്റി പ്രോബ്ലമോ ഒന്നുമില്ല. വളരെ നല്ല ഇതാണ്. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും വളരെ കോപ്പറേറ്റീവാണ്. നമുക്ക് എന്തെങ്കിലും നമ്മളെ ഒരു ഇത്തിരി നേരം ഭക്ഷണം കഴിക്കാൻ വൈകി അല്ലെങ്കിൽ നമ്മൾ ചെല്ലാൻ വൈകി അപ്പം അന്വേഷിച്ച് നമ്മുടെ കോട്ടേജിൽ വന്ന് എന്താ മാഡം വരാൻ വൈകിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ കെയറിങ് ആണ് ഇവർ. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽസ്, 3 ഹോസ്പിറ്റൽസ് ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലതാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അനൂപാണ്. അനൂപ് ശരിക്കും പറഞ്ഞാൽ ഒരു മകനെ പോലെയാണ് ഇവിടെ എല്ലാവർക്കും. അത്രയും ആ കുട്ടി രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. അതുകൂടാണ്ട് രാത്രിയും വന്ന് ഇടയ്ക്ക് അന്വേഷിക്കും. എല്ലാ കോട്ടേജിലും പോയി എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടോ, എന്തെങ്കിലും കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കൊരു ഫാമിലി പോലെയാണ് ഇവിടെ എല്ലാവരും. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ ബ്രദേഴ്സ്, അങ്ങനെയൊക്കെയുള്ളൊരു ഒത്തൊരുമ ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഇവിടെ തന്നെ ഇനി എൻ്റെ ജീവിതം അവസാനിക്കണം എന്നാണ് എൻ്റെയും എൻ്റെ ഹസ്ബൻഡായ വിശ്വത്തിൻ്റെയും ആഗ്രഹം. നോക്കൂ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ മറ്റു ഫെസിലിറ്റികളാണ്. ആദ്യം നമ്മൾ പോകുന്നത് ഊട്ടുമുറിയിലേക്കാണ്. ഊട്ടുമുറിയിൽ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സ്റ്റാഫുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫുകളും സെക്യൂരിറ്റികളും അവൈലബിൾ ആണ്. ക്ലീനിങ് സ്റ്റാഫുകൾ ഇവരുടെ വീടുകൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു.
അതുപോലെ തന്നെ സെക്യൂരിറ്റിയും ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ വിളമ്പുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ സീനിയർ സിറ്റിസണിന് രുചികരമായി കഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ളതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കോമൺ റെഫക്ടറിയാണ്. ഈ കോമൺ റെഫക്ടറിയിലാണ് ഇവിടെ താമസിക്കുന്നവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് വാർദ്ധക്യത്തിലുണ്ടായ ഒറ്റപ്പെടലുകൾ മറക്കാനായിട്ടും സന്തോഷിക്കാനായിട്ടും സാധിക്കുന്നു. കൂടാതെ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് അനുയോജ്യമായ രുചിക്കൂട്ടുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടുകൂടി നല്ല പോഷക ആഹാരം കഴിക്കാനായിട്ട് ഈ കോമൺ റെഫക്ടറിയിൽ അവർക്ക് സാധിക്കുന്നു എന്നത് ഈവനിംഗ് പാരഡൈസിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇവിടെ റെക്രിയേഷൻ ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിൽ ഇവരുടെ റീഡിംഗ് ഹാബിറ്റുകൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറി, ചെറു വ്യായാമങ്ങൾ ചെയ്യുന്നതിനുള്ള സ്ഥലങ്ങൾ, TV കാണുന്നതിനുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ആയുർവേദ സ്പാ തുടങ്ങിയ കാര്യങ്ങളുമുണ്ട്. അതുപോലെ മെഡിക്കൽ അസിസ്റ്റൻസ്, എമർജൻസി മെഡിക്കൽ അസിസ്റ്റൻസുകൾ കൊടുക്കാനുള്ള സൗകര്യവും ഈ ഒരു ഈവനിംഗ് പാരഡൈസിൽ നൽകി വരുന്നു. അതുപോലെ ഇവിടെ ചെറിയ ഫംഗ്ഷനുകൾ എന്തെങ്കിലും വന്നാൽ തന്നെ അത് നടത്താനുള്ള മിനി ഓഡിറ്റോറിയവും ഉണ്ട് എന്നുള്ളതാണ് ഈവനിംഗ് പാരഡൈസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ പുതിയ തലങ്ങളിലേക്ക് ഈവനിംഗ് പാരഡൈസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഫേസുകൾ അല്ലാണ്ട് തന്നെ അടുത്ത 2 ഫേസിലേക്ക് കൂടി ഈവനിംഗ് പാരഡൈസിൻ്റെ വർക്കുകൾ തുടങ്ങുകയാണ്. അവിടെയും ഒരുപാട് 1 BHK 2 BHK വില്ലകൾ ഇനിയും കൊടുക്കാനുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ബന്ധപ്പെടാം. കാരണം നമ്മുടെ പാരൻസ്, നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ശിഷ്ടകാലം, അവരുടെ ജീവിതത്തിലെ സായാഹ്നം വളരെ സന്തോഷകരമായിട്ട് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈവനിംഗ് പാരഡൈസ്. ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ലഭിച്ച ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ അവിടെ പോയി ഒരു ദിവസം താമസിച്ചുകൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ മാതാപിതാക്കൾ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും പിന്നീട് നമുക്ക് ആ ഒരു ഭൂമി ബുക്ക് ചെയ്യുകയും ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. താങ്ക്